കൊല്ലം തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ ഷോക്കേറ്റ് മരിച്ച മിഥുന്റെ സംസ്കാരം വൈകിട്ട് നടക്കും. മൃതദേഹം അല്പസമയത്തിനകം പൊതുദർശനത്തിനായി തേവലക്കര സ്കൂളിൽ എത്തിക്കും. തുർക്കിയിൽ നിന്ന് കൊച്ചി വിമാനത്താവളത്തിൽ എത്തിയ മിഥുന്റെ അമ്മ സുജ കൊല്ലത്തേക്ക് തിരിച്ചു. ആശുപത്രിയിൽ നിന്ന് രാവിലെ 10 മണിയോടെ മൃതദേഹം സ്കൂളിൽ എത്തിക്കും എന്നായിരുന്നു പറഞ്ഞത്. നിലവിൽ വിലാപയാത്രയായി മിഥുനെയും കൊണ്ട് കൊല്ലത്തേക്ക് തിരിച്ചിരിക്കുകയാണ്. 12 മണിവരെ സ്കൂളിൽ പൊതുദർശനം ഉണ്ടാകും. സഹപാഠികളും അധ്യാപകരും നാട്ടുകാരും അന്ത്യാഞ്ജലി അർപ്പിക്കും. തുടർന്ന് മൃതദേഹം ശാസ്താംകോട്ട വിളന്തറയിലെ വീട്ടിലേക്കാണ് എത്തിക്കുക. തുർക്കിയിലായിരുന്ന അമ്മ സുജ രാവിലെ കൊച്ചിയിലെത്തിയിരുന്നു. തുടർന്ന് അമ്മ സുജയും കൊല്ലത്തേക്ക് തിരിച്ചിരിക്കുകയാണ്. ചേരുന്നു ആന്റണി, വിശദാംശങ്ങൾ. തീർച്ചയായും മിഥുൻ്റെ മൃതദേഹം അല്പസമയത്തിനകം തന്നെ അവൻ പഠിച്ച തേവലക്കര സ്കൂളിലേക്ക് എത്തിക്കും. വിലാപയാത്ര ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രി മോർച്ചറിയിലായിരുന്നു മിഥുൻ്റെ മൃതദേഹം സൂക്ഷിച്ചിരുന്നത്. അവിടെ നിന്നിപ്പോൾ അല്പസമയം മുമ്പ് ഏതാണ്ട് 10 മണിയോടുകൂടിയാണ് മൃതദേഹം തേവലക്കര ഗവൺമെൻറ് ബോയ്സ് ഹൈസ്കൂളിലേക്കുള്ള യാത്ര തുടങ്ങിയത്. ആംബുലൻസിൽ വിലാപയാത്രയായി നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടിയാണ് മൃതദേഹം കൊണ്ടുവരുന്നത്. ആ വഴിയിലുടനീളം ഈ ആശുപത്രിയിൽ നിന്ന് തേവലക്കര സ്കൂളിലേക്കുള്ള വഴിയിലുടനീളം നിരവധി ആളുകളാണ് നാടിൻ്റെ നോവായി മാറിയ മിഥുനെ ഒരു നോക്ക് കാണാനായി കാത്തു നിൽക്കുന്നത്. അങ്ങനെ പലയിടങ്ങളിലും ആ കാത്തു നിൽക്കുന്ന ജനക്കൂട്ടത്തിന് അവനെ ഒന്ന് കാണാനുള്ള അവസരം ഒരുക്കിയാണ് വാഹനം മുന്നോട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ വളരെ പതുക്കെയാണ്. ഏതാണ്ട് 11 മണിയോടുകൂടി തന്നെയാണ് 10:30 ഈ പൊതുദർശനം ആരംഭിക്കുമെന്നാണ് അറിയിച്ചിരുന്നത്. പക്ഷേ അതും വൈകുകയാണ്. മൃതദേഹം വളരെ പതിയെയാണ് മൃതദേഹവുമായുള്ള വാഹനം തേവലക്കര ബോയ്സ് സ്കൂളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും സ്കൂളിലും നിരവധി ആളുകളാണ് കാത്തു നിൽക്കുന്നത് എന്നുള്ളതാണ്. 100 കണക്കിന് ആളുകൾ, നാട്ടുകാരുണ്ട്, അത് ഈ വിവരം അറിഞ്ഞെത്തിയവരുണ്ട്. അങ്ങനെ ഒരുപാട് ആളുകൾ, 100 കണക്കിന് ആളുകൾ ഈ മിഥുനെ ഒരു നോക്ക് കാണാനായി എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു അനാസ്ഥ, ആരും കണ്ടില്ല. ഈ ഒരു അപകടം മുന്നിലുണ്ടായിട്ടും ആ അപകടത്തെ വകവയ്ക്കാതെ, ആ അപകടത്തെ ശ്രദ്ധിക്കാതെ മുന്നോട്ട് പോയതിൻ്റെ ഒരു രക്തസാക്ഷിയായി മിഥുൻ മാറുമ്പോൾ അത് നാടിൻ്റെ, കേരളത്തിൻ്റെ ഒന്നാകെ നോവായി മാറുന്നു. നമുക്കറിയാം, സംഭവം നടന്ന ദിവസം തന്നെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞത് കേരളത്തിൻ്റെ മകനാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്, കേരളത്തിനുള്ള നഷ്ടമാണ് മിഥുനെ സംബന്ധിച്ചുണ്ടായിട്ടുള്ളത്, മിഥുൻ്റെ വിയോഗത്തിലൂടെ ഉണ്ടായിട്ടുള്ളതെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി തന്നെ. അതെ, കേരളത്തിൻ്റെ തന്നെ ഒരു മകനെയാണ് അവൻ പഠിച്ച വിദ്യാലയത്തിൽ രാവിലെ സ്കൂളിലേക്ക് പഠിക്കാൻ വേണ്ടി അച്ഛൻ രാവിലെ കൊണ്ടുപോയി വിട്ടതാണ് അവനെ ആ സ്കൂളിൽ പഠിക്കാനായി. കൂട്ടുകാർക്കൊപ്പം കളിച്ചുകൊണ്ടിരുന്ന ആ കുരുന്ന്, കൂട്ടുകാരൻ്റെ ചെരുപ്പ് ആ ഷെഡിന് മുകളിലേക്ക് പോയപ്പോൾ അവനെ സഹായിക്കാനാണ് ആ ചെരുപ്പ് എടുത്തു കൊടുക്കാൻ. അധ്യാപകരടക്കം പറയുന്നതും ഇതിനെക്കുറിച്ച് എല്ലാത്തിലും വളരെ സജീവമായി നിൽക്കുന്ന ഒരാളാണ്. ആർക്കു വേണ്ടിയും എന്തിനും മുന്നിട്ടിറങ്ങുന്ന ഒരാളാണ് മിഥുൻ എന്ന് പറയുന്നത്. അങ്ങനെ ആ ദിവസവും മിഥുൻ ആ കൂട്ടുകാർക്കൊപ്പം കളിച്ചപ്പോൾ ആ ചെരുപ്പ് അവിടേക്ക് പോയി. ആ ചെരുപ്പ് എടുക്കാൻ വേണ്ടിയാണ് മിഥുൻ ആ ഷെഡിന് മുകളിലേക്ക് കയറുന്നത്. അവിടെ വെച്ചാണ് അബദ്ധത്തിൽ മിഥുൻ്റെ കാല് തെന്നുന്നതും അവൻ ആ കമ്പിയിൽ പിടിക്കുന്നതും മരണത്തിലേക്ക് പോകുന്നതും എന്നുള്ളതാണ്. ഇപ്പോഴും മിഥുൻ്റെ മരണത്തെ ചൊല്ലി ഇരു വകുപ്പുകളും ആളുകളുമൊക്കെ പല വാദങ്ങൾ ഉയർത്തുന്നുണ്ട്. സ്കൂളും അതുപോലെ തന്നെ KSEBയും ഒക്കെ പരസ്പരം പഴിചാരൽ തുടരുകയാണ്. ഇന്നലെ 5 ലക്ഷം രൂപയുടെ സഹായമൊക്കെ കൈമാറിയെങ്കിലും ഈ തങ്ങളല്ല അനാസ്ഥ വരുത്തിയത്, അല്ലെങ്കിൽ തങ്ങളുടെ ഭാഗത്തു നല്ല തെറ്റ് എന്ന് ആവർത്തിച്ചു പറയുകയാണ് ഈ KSEBയും അതുപോലെ തന്നെ സ്കൂൾ മാനേജ്മെൻറ്റും ഒക്കെ ചെയ്യുന്നത്. പക്ഷേ ആരൊക്കെ ഈ പറയുന്ന ഇതിൽ നിന്ന് കൈയൊഴിയാൻ ശ്രമിക്കുമ്പോഴും ഒരു കുടുംബത്തിന് നഷ്ടപ്പെട്ടത് അവരുടെ സ്വപ്നങ്ങളാണ്. അവൻ്റെ അമ്മ, നമുക്കറിയാം, സുജ വീട്ടുജോലിക്ക് വേണ്ടിയാണ് വളരെ സാധാരണ വീട്ടിൽ നിന്നുള്ള അച്ഛൻ കൂലിപ്പണിയെടുത്ത് അന്നന്നത്തെ കാര്യങ്ങൾ നോക്കുന്ന ഒരു കുടുംബം. മക്കളുടെ നല്ല ഭാവിക്ക് വേണ്ടിയാണ് അമ്മ സുജ തുർക്കിയിൽ വീട്ടുജോലിക്കായി പോയത്. അങ്ങനെ ആ പോയ അമ്മ ഇന്ന് കണ്ണീരോടെ തിരിച്ചു വരികയാണ്. വളരെ പ്രതീക്ഷയോടെ
ഒരു മകൻ ഉണ്ട്. അവൻ വലുതാകുമ്പോൾ ഈ കഷ്ടപ്പാടുകളൊക്കെ മാറുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ഒരു കുടുംബം, ആ കുടുംബത്തിൻ്റെ നോവായി മിഥുൻ ഇന്ന് മാറുമ്പോൾ അമ്മ തുർക്കിയിൽ നിന്ന് കണ്ണീരോടെയാണ് മടങ്ങിയെത്തിയിരിക്കുന്നത്. അമ്മ കൊച്ചി വിമാനത്താവളത്തിലെത്തിയ സുജ ഇപ്പോൾ കൊല്ലത്തേക്കുള്ള യാത്രയിലാണ്. തൻ്റെ പൊന്നോമനയെ ഒരു നോക്ക് ഒരിക്കൽ കൂടി കാണാനായി അവസാന യാത്ര അമ്മയും കൊല്ലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും മിഥുൻ അല്പസമയത്തിനുള്ളിൽ തന്നെ, ഇനി അധികം നേരമില്ല. അവൻ സാധാരണ സ്കൂളിലെത്തുന്ന സമയം രാവിലെയാണെങ്കിൽ മിഥുൻ ഇന്ന് വരികയാണ്. ഇന്ന് ശനിയാഴ്ചയാണ്. സാധാരണ നിലയിൽ സ്കൂള് ഇല്ലാത്തൊരു ദിവസമാണ്. ഇന്ന് മിഥുന് വേണ്ടി ആ നാടൊന്നാകെ ആ സ്കൂളിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി മിഥുൻ ആ സ്കൂളിലേക്ക് വരില്ല എന്നുള്ളതാണ്. ഇനി രാവിലെ കൂട്ടുകാർക്കൊപ്പം കളിക്കാൻ മിഥുൻ ആ സ്കൂളിലേക്ക്, ആ സ്കൂളിൻ്റെ മുറ്റത്തേക്ക്, ആ ഗ്രൗണ്ടിലേക്ക് മിഥുൻ ഇനി എത്തില്ല. അവൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആ 8C ക്ലാസ്സിലേക്ക് ഇനി അവൻ എത്തില്ല. അവൻ അവസാനത്തെ യാത്ര പറയാൻ ആ സ്കൂളിലേക്ക് എത്തുകയാണ്. എല്ലാ ദിവസവും സാധാരണ നിലയിൽ വളരെ സന്തോഷത്തോടെ ഊർജ്ജസ്വലനായി എത്തുന്ന ഒരു കുട്ടി എന്നാണ് അധ്യാപകരടക്കം പറയുന്നത്. അത്രയും ഊർജ്ജസ്വലനായി വളരെ സജീവമായി കൂട്ടുകാർക്കൊപ്പം എന്തിനും നിൽക്കുന്ന ആ കുരുന്ന് ഇന്നവിടേക്ക് വരുന്നത് ആ കൂട്ടുകാരുടെ ഒരു വിളി പോലും കേൾക്കാനില്ലാതെ, അതിനൊരു മറുവാക്ക് പോലും പറയാൻ കഴിയാതെ അവൻ നിശ്ചലനായി ശാന്തനായി ഉറങ്ങിയാണ് ഇന്നിപ്പോൾ ആ സ്കൂളിൻ്റെ മുറ്റത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും അല്പസമയത്തിനകം തന്നെ മിഥുൻ അവൻ്റെ പ്രിയപ്പെട്ട വിദ്യാലയത്തിലേക്ക് നിലവിൽ പ്രതിപക്ഷ നേതാവ്